ഹായ് മുത്തുകളെ സത്തുകളെ കരളുകളെ കുളിരുകളെ പഞ്ചാര കുഞ്ചുകൾ അറക്കലിൻ്റെ മനക്കലിലേക്ക് സ്വാഗതം. നമ്മൾ NMMSന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു 10 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. സോ എല്ലാവരും കൃത്യമായി ശ്രദ്ധിച്ചോളൂ. ഒന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിഡ്? അതായത് താഴെ കൊടുത്തിട്ടുള്ളവയിൽ പ്ലാസ്റ്റിഡിന് അഥവാ ജൈവ കണങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് ഏത്? നോട്ട് എ ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഉദാഹരണമല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. നോക്കാം. ക്ലോറോപ്ലാസ്റ്റ് അതൊരു ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിഡ് ആണ്. ക്രോമോപ്ലാസ്റ്റ് അത് മറ്റൊരു ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിഡ് ആണ്. ലൂക്കോപ്ലാസ്റ്റ് അതും മറ്റൊരു ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിഡ് ആണ്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് ആൻസർ ഏതായിരിക്കും? എറിത്രോപ്ലാസ്റ്റസ്, അതായത് അരുണ കണങ്ങൾ അല്ലെങ്കിൽ അരുണ രക്താണുക്കളായിരിക്കും. ഓക്കെ, ഹരിതകണം, വർണ്ണകണം, ശ്വേതകണം അതൊക്കെ എന്താണ്? ജൈവകണമാണ്. ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്, ലൂക്കോപ്ലാസ്റ്റ് ഒക്കെ എന്താണ്? പ്ലാസ്റ്റിഡുകളാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ആരാണ്? ലാസ്റ്റ് വൺ, എറിത്രോപ്ലാസ്റ്റസ് അഥവാ അരുണ കണങ്ങൾ. ഓക്കെ, എന്നാൽ ഞാൻ അടുത്ത ചോദ്യം. ഐഡന്റിഫൈ ദ ടിഷ്യൂ ദാറ്റ് കൺസിസ്റ്റ് ഓഫ് സെൽസ് വിച്ച് ക്യാൻ കോൺട്രാക്ട് ആൻഡ് റീഗെയിൻ ദ ഒറിജിനൽ സ്റ്റേറ്റ്. അതായത് എന്താണ്? ഏതോ ഒരു ടിഷ്യൂ, ആ ടിഷ്യൂവിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് കോൺട്രാക്ട് ചെയ്യാൻ പറ്റും, അതായത് സങ്കോചിക്കാൻ പറ്റും. അതുപോലെ തന്നെ റീഗെയിൻ ദ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് പ്രാപിക്കാനും പറ്റും, പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകാനും പറ്റും. കൺട്രാക്റ്റും റിലാക്സും ചെയ്യുന്ന ആൾ, അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. കോൺട്രാക്റ്റും റിലാക്സും ചെയ്യുന്ന ആളാണ് ആര്? മസ്കുലാർ ടിഷ്യൂ. ആരാണ്? മസ്കുലാർ ടിഷ്യൂ അഥവാ പേശി കലകൾ. അപ്പൊ ആൻസർ ആയി, സിമ്പിൾ ആണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് റിക്വയർഡ് ഫോർ ഫോട്ടോസിന്തസിസ്? ഫോട്ടോസിന്തസിന്, പ്രകാശ സംശ്ലേഷണത്തിന് നോട്ട് റിക്വയർഡ്, ആവശ്യമില്ലാത്തത് ആര് എന്നുള്ളതാണ് ചോദ്യം. കാർബൺ ഡൈ ഓക്സൈഡ് എന്തായാലും ആവശ്യമുണ്ട്. വാട്ടർ അതെന്തായാലും ആവശ്യമുണ്ട്. ക്ലോറോഫിൽ അതും ആവശ്യമുണ്ട്, അതായത് ഹരിതകം. അപ്പോൾ ആവശ്യമില്ലാത്തത് ഏതാ? ഓക്സിജനാ. ഓക്സിജൻ സസ്യങ്ങൾക്ക് ഫോട്ടോസിന്തസിന് ആവശ്യമില്ല, പക്ഷെ ഓക്സിജൻ സസ്യങ്ങൾക്ക് എന്ത് ചെയ്യണം? ശ്വസിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. പക്ഷെ ഇവിടെ ചോദ്യം എന്താണ്? ഫോട്ടോസിന്തസിന് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതിനാവശ്യമില്ല. അപ്പോൾ ആൻസർ വരുന്നത് എന്താണ്? ഓക്സിജൻ. ഓക്കെ, ഹാപ്പി? ഓക്കെ, ഇനി അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അബൌട്ട് കോളൻ കൈമ? കോളൻ കൈമയുമായി ബന്ധപ്പെട്ട കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, കോളൻ കൈമന്റെ ഒന്നാമത്തെ പ്രത്യേകത നമുക്ക് വായിച്ചു നോക്കാം. യൂണിഫോംലി തിക്ക് ആൾ ഓവർ ദ സെൽ വാൾ. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി ഉണ്ടാവും. അങ്ങനെയാണോ? എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി ഉണ്ടാവില്ല. അത് കോളൻ കൈമന്റെ പ്രത്യേകത അല്ല. എന്നാൽ ഞാൻ അടുത്ത് നോക്കണം. കോർണേഴ്സ് ഓഫ് ദി സെൽ വാൾ ആർ തിക്കൻഡ്. കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി. മൂലകളിലാണെങ്കിൽ അത് ആരായിരിക്കും? കോളൻ കൈമയായിരിക്കും. കോർണറിൽ മാത്രം കട്ടിയാണെങ്കിൽ അത് ആരായിരിക്കും? അത് കോളൻ കൈമയായിരിക്കും. സോ ദ ആൻസർ ഈസ് സെക്കൻഡ് വൺ. ഓക്കെ അല്ലേ? ഓക്കെ. പിന്നെ അടുത്ത ചോദ്യം, ദ ഇന്നർ ലൈനിങ് ഓഫ് ദ മൗത്ത്. മൗത്തിന്റെ ഇന്നർ ലൈനിങ്, നോസിന്റെ ഇന്നർ ലൈനിങ്, ലങ്സ് ശ്വാസകോശത്തിന്റെ ഇന്നർ ലൈനിങ്, സ്റ്റൊമക്ക് മീൻസ് നമ്മളെ ഇൻഡസ്റ്റൈൻ അല്ലെങ്കിൽ ആമാശയം, ഉദരം. ഓക്കെ, ആമാശയത്തിന്റെ ഇന്നർ ലൈനിങ് ഒക്കെ ഏതോ ഒരു ടിഷ്യൂ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്, ഫോം ചെയ്തിട്ടുള്ളത്. ഏതാണ് ആ ടിഷ്യൂ? കണക്റ്റീവ് ടിഷ്യൂ ആവോ? ഇല്ല. മസ്കുലാർ ടിഷ്യൂ ആവോ? ഇല്ല. നെർവസ് ടിഷ്യൂ ആവോ? ഇല്ല. പിന്നെ ആരായിരിക്കും? എപ്പിത്തീലിയൽ ടിഷ്യൂ. ഏതാണ്? എപ്പിത്തീലിയൽ ടിഷ്യൂ അല്ലെങ്കിൽ എപ്പിത്തീലിയൽ കലകൾ കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇത്തരത്തിലുള്ള അവയവങ്ങളുടെ ഇന്നർ ലൈനിങ്, അതായത് അവയുടെ ഉൾഭിത്തി എന്ത് ചെയ്തിട്ടുള്ളത്? നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? എന്നാൽ ഞാൻ അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് പെയർ ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്? താഴെ കൊടുത്തിട്ടുള്ളവയിൽ കറക്റ്റ് ആയിട്ട് മാച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ കറക്റ്റ് പെയർ ഏതെന്നുള്ളതാണ് ചോദ്യം. കറക്റ്റ് ആയിട്ടുള്ളത് മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, നോക്കാം. ഒന്നാമത്തെ ചോദ്യം, സൈലം ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ്. പൊട്ടത്തെറ്റ്. സൈലം ഫുഡിനെയാണോ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? അല്ല. സൈലത്തിന്റെ പരിപാടി എന്താണ്? വാട്ടറിനെ എന്ത് ചെയ്യുന്നു? കണ്ടക്ട് ചെയ്യുന്നു. അതാണ് സൈലത്തിന്റെ പരിപാടി. ഫുഡ് ഈസ് ഈക്വൽ ടു ഫാ, ഫ്ലോയം ഈസ് ഈക്വൽ ടു ഫാ. ഫ്ലോയത്തിന്റെ പരിപാടിയാണ് എന്ത്? ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത് വായിച്ചു നോക്കാം. ഫ്ലോയം ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ. അതും തെറ്റി. കാരണം ഫ്ലോയത്തിന്റെ പരിപാടി എന്താണ്? ഫുഡാണ്. കാരണം ഫ്ലോയത്തിൽ ഫായുണ്ട്, ഫുഡിലും ഫായുണ്ട്, ഫാസിൽ ഇറക്കലും ഫായുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ്മെന്റ് തെറ്റി. ഇനി അടുത്തത്, സ്ക്ലീറൻ കൈമ, സ്റ്റോറേജ് ഓഫ് സ്റ്റാർച്ച് സ്റ്റോർ ചെയ്യുന്നത് സ്ക്ലീറൻ കൈമയാണോ? നെഹി. ഓക്കെ, അപ്പൊ അതും തെറ്റി. എന്നാ ഞാൻ എടുത്തത് മെരിസ്റ്റം. ഇത് 3 തെറ്റായ സ്ഥിതിക്ക് ഇനി ഇതേക്കാർ ആൻസർ, എന്നാലും വെറുതെ വായിക്കാം. മെരിസ്റ്റം ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസ്. അതായത് മെരിസ്റ്റം എന്ന് പറയുന്നത് വിഭജനക്ഷമതയുള്ള കോശങ്ങളാണ്. അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ അത് ശരി. ഹാപ്പി? ഓക്കെ. ബുഷി? ഓക്കെ. അടുത്തത്, വൺ ഓഫ് ദ കീ ഫാക്ടേഴ്സ് ഇൻ അനിമൽ സെൽ ഡിവിഷൻ ഇൻ സെൻട്രിയോൾസ് ആണ്, അല്ലെങ്കിൽ സെൻട്രിയോളുകളാണ് എന്ത് ചെയ്യുന്നത്? ജന്തുകോശ വിഭജനത്തിലെ സുപ്രധാന ഘടകങ്ങളിൽ ഒന്ന്. ഓക്കെ, എന്നാൽ ചോദ്യം അതൊന്നുമല്ല. വിച്ച് ഈസ് ഫോംഡ് ഫ്രം? എവിടെ നിന്നാണ് ഈ സെൻട്രിയോളുകൾ ഉണ്ടാവുന്നത്? സിമ്പിളാണ്. ആ പേരിൽ തന്നെ ഉണ്ട് അതിൻ്റെ ആൻസർ. നോക്കണം, സെൻട്രിയോളുകൾ എവിടെ നിന്നാണ് ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചാൽ സെൻട്രോസോമിൽ നിന്ന്. സെൻട്രിയോളിലും സെൻറ്റർ ഉണ്ട്, സെൻട്രോസോമിലും സെൻറ്റർ ഉണ്ട്. അപ്പോൾ സെൻട്രിയോളുകൾ എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? സെൻട്രോസോമിൽ നിന്നാണ്. സോ അതിൻ്റെ ആൻസർ സെൻട്രോസോമുകൾ.
ഓക്കെ അല്ലേ? എന്നാൽ ഞാൻ അടുത്ത ചോദ്യം. ടോണോപ്ലാസ്റ്റ് ഈസ് ദ മെംബ്രെയിൻ ഓഫ് വിച്ച് സെൽ ഓർഗനൽ? ടോണോപ്ലാസ്റ്റ് ഏത് കോശാംഗത്തിന്റെ മെംബ്രെയിൻ ആണ്, ഏത് കോശാംഗത്തിന്റെ സ്ഥലമാണ് എന്നുള്ളതാണ് ചോദ്യം. ഏത് കോശാംഗത്തിന്റെ സ്ഥലമാണ് അല്ലെങ്കിൽ മെംബ്രെയിൻ ആണ്? പറഞ്ഞോളൂ. വാ 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 എന്താണ് വാക്യൂൾ. എന്താണ്? വാക്യൂൾ. ഓക്കെ, നിങ്ങൾ വാ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പേടിച്ചോ? അല്ല, വാക്യൂൾ അഥവാ ഫാനത്തിന്റെ കവറിംഗ് ആണ് ആര്? ടോണോപ്ലാസ്റ്റ്. ഓക്കെ, എന്താണ് സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് പാർട്ട് സ്റ്റോർസ് എനർജി ഫ്രം ഗ്ലൂക്കോസ് ഓക്സിഡേഷൻ ആൻഡ് റിലീസസ് ഇറ്റ് വെൻ റിക്വയർഡ്? അതായത് കോശത്തിന്റെ ഊർജ്ജ ഉൽപാദന കേന്ദ്രം. ഇതെന്തോ ഓക്സിഡേഷൻ ആൻഡ് റിലീസസ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ സംഭവമാക്കിക്കണം, അതൊന്നും മെയിൻ ചെയ്യേണ്ട. വിച്ച് പാർട്ട് സ്റ്റോർസ് എനർജി? ഏത് പാർട്ടാണ് എനർജി സ്റ്റോർ ചെയ്യുന്നത് അല്ലെങ്കിൽ എനർജി പ്രൊഡക്ഷൻ നടത്തുന്നത്? എനർജി സ്റ്റോർ ചെയ്യുന്നതെന്ന് ചോദിച്ചാലും എനർജി പ്രൊഡക്ഷൻ നടത്തുന്നത് ചോദിച്ചാലും എനർജിയുമായി എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ആൻസർ ആരായിരിക്കും? അതെ പറഞ്ഞോളൂ, മൈറ്റോകോൺട്രിയ. ആരാണ്? മൈറ്റോകോൺട്രിയ ആണ് എന്ത് ചെയ്യുന്നത്? എനർജി അല്ലെങ്കിൽ ഊർജം നിർമ്മിക്കുന്നതും ആ ഊർജത്തിനെ സംഭരിക്കുന്നതും ഒക്കെ ആരാണ്? മൈറ്റോകോൺട്രിയാണ്. സോ മൈറ്റോകോൺട്രിയ നമ്മൾ എന്ത് വിളിക്കും? പവർ ഹൗസ് ഓഫ് ദ സെൽ, കോശത്തിന്റെ ഊർജ നിലയം എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? അതും കിട്ടി. സോ 10ാമത്തെ ക്വസ്റ്റ്യൻ, അത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആൻസർ ചെയ്യണം. ഓക്കെ, ഒരു കിടിലൻ ക്വസ്റ്റ്യൻ ആണ് ഇത്, കണ്ടെത്തിയിട്ട് ആൻസർ ചെയ്യണം. അതായത് ജീവികളിലെ ഏറ്റവും വലിയ കോശം ഏത്? വിച്ച് ഈസ് ദ ലാർജസ്റ്റ് സെൽ? ഏറ്റവും വലിയ കോശം ഏത് എന്നുള്ളതാണ് ചോദ്യം. മനുഷ്യരിലെ അല്ല, ജീവികളിലെ ഏറ്റവും വലിയ കോശം ഏത് എന്നുള്ളതാണ് ചോദ്യം. സോ അതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടെത്തിയിട്ട് കമൻറ്റ് ചെയ്യണം. സോ എല്ലാവരും എന്ത് ചെയ്യുക? അടിപൊളിയായിട്ട് പഠിക്കുക. ഡിസംബർ 30-നാണ് NMMS എക്സാം. ഡിസംബർ 30 എത്തി. ഒക്ടോബർ ഇവിടെ കഴിയാനായി. ഇനി നവംബർ ഡിസംബർ കൃത്യമായിട്ട് പറഞ്ഞാൽ ഏകദേശം 2 മാസം മാത്രമേ നമ്മളെ കയ്യിലുള്ളൂ. അതിൻ്റെ ഇടയിൽ ആര് വരുന്നുണ്ട്? ക്രിസ്മസ് എക്സാം വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അതിനും പഠിക്കേണ്ടി വരും. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പോൾ തന്നെ പ്രോപ്പറായിട്ട് കറക്റ്റ് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ ലാസ്റ്റ് പണി പാടാൻ ചാൻസ് ഉണ്ട്. സോ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. ഡിസംബർ 30 കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എൻ്റർടൈൻ ചെയ്തോളൂ. അതുവരെ പിന്നെ നമുക്ക് എൻ്റർടൈൻമെൻ്റ് ഒന്നും വേണ്ട. അതുവരെ ഫുൾ പഠിത്തം, ഒറ്റ മൈൻഡ് പഠിത്തം. ഓക്കെ, ഫുൾ ഒറ്റ മൈൻഡിൽ പഠിക്കുക. ഒന്നുമേ ചിന്തിക്കരുത്, തിരിഞ്ഞ് ചിന്തിക്കുക ചെയ്യരുത്. ഫുൾ സ്ട്രെയിറ്റ് കണ്ണിങ് പഠിത്തം. എങ്കിലേ NMS കിട്ടുള്ളൂ. അല്ലാതെ വെറുതെ ഇങ്ങനെ വെറുതെ ഒരു പണിയില്ലാതെ ഇങ്ങനെ ചിരിച്ചിരുന്നാലൊന്നും NMS കിട്ടൂല. കാരണം 48,000 രൂപയുടെ സ്കോളർഷിപ്പാണ്. 48,000 രൂപ ഏതെങ്കിലും സർക്കാർ വെറുതെ കുട്ടികൾക്ക് കൊടുക്കുമോ? ഇല്ലല്ലോ. ആരും 48,000 രൂപ വെറുതെ കൊടുക്കുന്നില്ല, ആർക്കും തരില്ല. ഇപ്പം എനിക്കൊരാൾ വെറുതെ എനിക്ക് 48,000 രൂപ വെറുതെ തരുമോ? ഇല്ല. ഞങ്ങൾക്ക് വെറുതെ 48,000 രൂപ തരുമോ? ഇല്ല. സ്വാഭാവികമായിട്ടും അത് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് നല്ല പണി ഉണ്ടാവും, നല്ല പണിയെടുക്കണം, നല്ല പഠിക്കണം, നല്ല എഫേർട്ട് ഇടണം, നല്ല റിസ്ക് എടുക്കണം, നല്ല ബുദ്ധിമുട്ടണം, കഷ്ടപ്പെട്ട് തന്നെ പഠിക്കണം. അല്ലാതെ ഇഷ്ടപ്പെട്ടൊന്നുമില്ല, കഷ്ടപ്പെട്ട് തന്നെ പഠിക്കണം, എങ്കിലേ കിട്ടുള്ളൂ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ആ രീതിയിൽ കഷ്ടപ്പെട്ട് പഠിക്കുക. ഡിസംബർ 30 കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ, പിന്നെ പോട്ടെ. നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് കിട്ടിയില്ലെങ്കിൽ പോട്ടെ, അങ്ങനെ തുമ്മിയെ തെറിക്കണം മൂക്കാണെങ്കിൽ പോട്ടെ എന്ന് വെക്കണം. അപ്പോൾ എനിവേ സൂപ്പറായിട്ട് പഠിക്കുക. അതായത് ഒരു വിട്ടുവീഴ്ചയും ഇല്ല, ഉഷാറായിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ഭാഗങ്ങളും അടിപൊളിയായിട്ട് പഠിക്കുക, എൻജോയ് ചെയ്യുക. നിങ്ങളുടെ സ്വന്തം അറക്കുക.